നമ്മളിപ്പം കരോൾ ബാഗിൻ്റെ വേറൊരു ഭാഗമായിട്ട് വണ്ടി മാർക്കറ്റിലൊക്കെ ഏരിയയിലോട്ടാണ് വന്നത്. ഇവിടെ കുറേ ബൈക്കുകളൊക്കെ കുറേ ബുള്ളറ്റ് എടുക്കുന്നുണ്ട്, R15 ഡൊമിനാർ എടുക്കുന്നുണ്ട്, ബജാജ് വിക്രാന്ത് എടുക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെ ഉള്ളത് ജിക്സർ, അപ്പാച്ചി RTR എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടേക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഫുള്ള് ബുള്ളറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമുക്ക് വണ്ടിയിൽ സ്പെയർ പാർട്സ്, അലോയ് വീൽസ്, പിന്നെ ഹലോജൻ LED ഹലോജൻ ബൾബ്, പിന്നെ എക്സോസ്റ്റ് ഉണ്ട്, എല്ലാ സാധനവും മിക്സഡ് കേട്ടോ. എൻടോർക്കൊക്കെ അത് അവിടെ കിടക്കണം. പിന്നെ ആപ്പിളിലൊക്കെ എടുക്കണമെങ്കിൽ അല്ല എക്സോസ്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ലക്ഷങ്ങളെ സാധനം എടുക്കണേ. KTM ഡ്യൂക്ക് 250 RC ഇതൊക്കെ സെക്കൻഡ് ഹാൻഡാ. എല്ലാ സാധനം ഉണ്ട്. എന്താ MT15 ഒക്കെ അതാ. MT15 ഒക്കെ എടുക്കണം. ഇത് റൈറ്റ് നല്ല ചീപ്പായിരിക്കും. ഉള്ളതൊക്കെ ഷോറൂമിൽ നിർത്തിയിട്ടോലുണ്ട്. ഇതൊക്കെ നല്ല ചീപ്പ് റേറ്റാണ്. പക്ഷെ നമുക്ക് ചീപ്പ് റേറ്റാണ് വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് NOC ചേഞ്ച് ചെയ്യണം, രജിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ये कौन सा मॉडल है? 2020 ओके. इंडस्पेक्टर ये कितने किलोमीटर रनिंग है भैया? 11,000. कितना आस्किंग प्राइस? नेगोशिएबल है? नेगोशिएबल ओके. ये आपका बोर्ड कौन से है? ഓക്കെ. അതാട്ടോ അവരെ ഹിറ ഫോട്ടോസ് എന്നാണ് അവരുടെ പേര്. ഞാൻ ഒന്നുകൂടി കാട്ടിത്തരാം. ഇന്ന് ഇവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തത്. ഡൊമിനാറൊക്കെ പുതിയത് ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലത്തെ ഒരു കണ്ടീഷൻ കാണും. പിന്നെ അതേപോലെ ഇമ്പൾസ് ഉണ്ട്, അല്ല എക്സ്പൾസ് ഉണ്ട്. ഇതാണ് കേട്ടോ അവരെ ഷോപ്പിൻ്റെ പേര്. നമ്മൾ भैया आपका शॉप का कार्ड है ना? आपका नाम क्या है? ओके. ഇതാണ് കേട്ടോ അവരെ ഷോപ്പിൻ്റെ കോൺടാക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ. ഓക്കെ താങ്ക് യു, ധന്യവാദ്. ये बुलेट എടുക്കുന്നുണ്ട്, പൾസർ. ഡ്യൂക്ക് कितना भैया? 200 2018 मॉडल. कितना आस्किंग प्राइस? 1,38,000. 1,38,000 ഓക്കെ. 2012 മോഡലിട്ടാണ് 1,38,000 തിട്ട ചോദിക്കുന്നത്. ഇതേ ഡൊമിനാറുണ്ട്, മൊത്തം പുതിയ സാധനം കേട്ടോ. ഓക്കെ താങ്ക് യു, ധന്യവാദ്. അതായത് നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം. അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെ പോണ വഴിക്ക് ഫുള്ളും ഇങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ ഫുള്ള് സ്കൂട്ടേഴ്സാണ്. നമ്മൾ എൻടോർക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത്. പക്ഷേ എൻടോർക്കിനൊക്കെ ഇവിടെ മാർക്കറ്റ് ഇല്ല വന്നിട്ടുണ്ടോ. പിന്നെ RC 390 എടുക്കുന്നുണ്ട്, തണ്ടർബേർഡ്, ബുള്ളറ്റ് 350, മറ്റേ FZ ഉണ്ട്, പൾസർ ഉണ്ട്. എനിക്കട്ടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻടോർക്കിന് ഇവിടെ മാർക്കറ്റ് ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ വെസ്പ ഉണ്ട്. ഇവിടെ ഒരു ഇതേതാ മോഡൽ ഏതാ? ഗ്ലാമർ. ഓക്കെ, ഒരു ഗ്ലാമർ, ഒരു ലഡാക്ക് പോലെ തന്നെ നമ്മൾ ടോപ്പ് ബോക്സ് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാനിയർ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലാമറാക്കി കോലം നോക്കി നിങ്ങൾ. ഓ അല്ല, നമുക്ക് ട്രാവലിംഗാണെങ്കിൽ കുഴപ്പമില്ല, ട്രാവലിങ്ങിലാണെങ്കിൽ കുഴപ്പമില്ല, എന്നുവെച്ചാൽ റണ്ണിങ്ങിലാണെങ്കിൽ. അല്ലാതെ നമ്മൾ വെറുതെ നാട്ടിൽ കൂടെ ഓടി ഒരു കാഴ്ചക്ക് വേണ്ടി കൊണ്ടിരിക്കില്ല, അതിൽ പിടിക്കും. അതെ ഇവിടെ പ്രൊട്ടക്ഷൻ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫുൾ സെറ്റ് കേട്ടോ. അതും ഒരു ഗ്ലാമറാണ് നിങ്ങൾ ഈ കാണുന്നത്, വല്ല ഹിമാലയനൊന്നല്ല. ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ ഇത് ഗ്ലാമറിൽ കയറ്റി എങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ബുദ്ധിയുള്ള നാട്ടിൽ പോയാലും ഇങ്ങനൊന്നും കിട്ടൂല. വയറിംഗ് വർക്ക് അറിയാം, വയറിംഗ് വർക്ക് എടുക്കാം കേട്ടോ. അവര് ഷോപ്പ് നമ്പർ പേരൊക്കെ അവിടെ ഉണ്ട്, തൊട്ടടുത്തുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് എക്സൈഡ് ബാറ്ററിയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇത് തന്നെ.